കിളിക്കൂട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷിൻ്റെ ഷർട്ടിൻ്റെ കോളർമ പിടിച്ചിങ്ങനെ ഹരീഷ് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൂട്ടുകാരൻ നിന്ന് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവർ കോടതിയിൽ പോയിരുന്നു ഡിവോഴ്സിന് വേണ്ടിയിട്ടെന്ന്. കോടതിയിലല്ല, വക്കീലിനെ കാണാൻ പോയി ഡിവോഴ്സിന് വേണ്ടിയിട്ടെന്ന്. സത്യം പറയും, പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിച്ച് നിങ്ങൾ പിന്നെ എന്തിനും ഡിവോഴ്സിന് പോകണം, അതും ഇത്ര ദിവസത്തിനുള്ളിൽ. സുഭാഷിൻ്റെ അടുത്തേക്ക് തിരിയും. സുധീഷിൻ്റെ അടുത്ത് നിന്ന് മറുപടി കിട്ടാണ്ടായപ്പോൾ സുഭാഷേട്ടൻ സത്യം പറയണം, അന്നൊരിക്കലും ഇവർ ബാഗ് എടുത്ത് ടൂർ പോയത് കണ്ടെന്ന് പറഞ്ഞപ്പോൾ ടൂർ പോയാണെന്ന് സുഭാഷേട്ടൻ ഞങ്ങളോട് കള്ളം പറഞ്ഞു. ഞാനത് ചോദിച്ചപ്പോൾ സത്യം പറയാൻ പോയതല്ലേ. പക്ഷെ സുഭാഷേട്ടൻ അപ്പോഴത്തേന് ഇവർ വന്നപ്പോൾ സുഭാഷേട്ടൻ അത് മറച്ചു. അപ്പോഴത്തേനും ഭാസ്കരൻ വരുന്നുണ്ടായിരുന്നു. ഭാസ്കരനും വന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സുഭാഷ് ഒന്നും മിട്ടുന്നില്ല. സുധീഷൻ നമ്മുടെ ഹരീഷൻ ഇങ്ങനെ വയലൻ്റ് ആയി ഓരോന്നോരോന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഈ ചതി എന്തിനാണ് ഞങ്ങളോട് ചെയ്തത്, ഈ വീടിനെ കുറിച്ചും നമ്മളെക്കുറിച്ചൊക്കെ നാട്ടുകാർ ഓരോന്ന് പറയല്ലേ, ഒരു പെണ്ണ് വാഴില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടത്തി ഇവിടെ വന്നപ്പോൾ എത്ര സന്തോഷിച്ചു, നമ്മൾ എങ്ങനെയൊക്കെ ആഘോഷിച്ചു, എന്തെല്ലാം ചെയ്തു ഇവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇവർക്ക് തോന്നുമ്പോൾ വിവാഹം കഴിക്കാനും തോന്നുമ്പോൾ ഡിവോഴ്സ് ചെയ്യാനുള്ളതാണോ ജീവിതം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോഴത്തേനും നമ്മുടെ നികേഷ് വന്നിട്ട് നിധിയുടെ എടുത്തുകൊണ്ട് ഏട്ടത്തി ഏട്ടത്തി എന്തിനാ ഏട്ടത്തി അങ്ങനെ ചെയ്തത്, ഏട്ടത്തി സുധീഷ് ഏട്ടൻ നുണ പറഞ്ഞത് കൊണ്ടാണോ, അങ്ങനെയാണെങ്കിൽ സുധീഷ് ഏട്ടൻ ഈ ഒരു തവണത്തേക്ക് സുധീഷ് ഏട്ടൻ മാപ്പ് കൊടുക്കുക ഏട്ടത്തി, ഈ വീട് ചേച്ചിക്ക് ഏട്ടത്തിക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് വേറൊരു വാടക വീട്ടിലേക്ക് പോകാം ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യൻ നിധിയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കറിയണൊക്കെ ഉണ്ട്. നിധി എനിക്ക് വല്ലാത്ത സങ്കടമായി പറയും, സുധീഷിനെ കുറ്റം പറയണ്ട, ഞാനാണ് ഡിവോഴ്സ് ചോദിച്ചത്, ഞാനാണ് ആവശ്യപ്പെട്ടത് എന്നൊക്കെ പറയും. അപ്പം നിധി മോള് പറയണ്ട, ഏട്ടൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് സത്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുക്കണ് അനിയന്മാരും പുറത്തിരിക്കുന്ന അച്ഛനൊക്കെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേനും ബാക്കി സത്യങ്ങളൊക്കെ നിധി ഇങ്ങനെ പറയണ്. നിധിയുടെ അച്ഛൻ ഇങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു വിവാഹം ഉറപ്പിച്ചതും നിധി അവിടുന്ന് രക്ഷപ്പെട്ടതും സുധീഷിൻ്റെ കൂടെ നിധി വന്നപ്പോൾ നിധിയുടെ മനസ്സിൽ സുധീഷ് വെറും ഒരു ഡ്രൈവർ മാത്രമായിരുന്നു. പിന്നെ പോലീസുകാരുടെ ഉപദേശപ്രകാരമാണ് അങ്ങനെ വിവാഹം കഴിച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. അപ്പം നിധി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, സുധീഷിനോട് വീണ്ടും നമ്മുടെ ഹരീഷ് ചോദിക്കുന്ന ഒരു കാര്യം കൂടെ താൻ എനിക്ക് പറഞ്ഞു തരണം, പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിച്ചാണെന്ന് താൻ എന്തിനാണ് ഞങ്ങളോട് കള്ളം പറഞ്ഞത്, തനിക്ക് സത്യം മുഴുവൻ പറയായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചെന്നോ കരയിനിട്ട രണ്ടുപേരും, രണ്ടനിയന്മാരും കരയണം. ആ സമയത്ത് ഹരീഷും നമ്മുടെ സുഭാഷിനും അതേ വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ പൊട്ടിക്കരയണം. അപ്പം തൻ്റെ താൻ എന്തോരം നോണ പറഞ്ഞിട്ടോ, താൻ തോണയനാണ്. അങ്ങനെ ഒരുപാട് ഇങ്ങനെ സുധീഷിനെ കുറ്റപ്പെടുത്തി. സുധീഷ് പറഞ്ഞു, മതിയേടാ നിർത്ത്, ഞാൻ നോണ പറഞ്ഞിട്ടൊക്കെ നമ്മുടെ ഈ നശിച്ച വീട് ഇങ്ങനെ ആയതുകൊണ്ടുണ്ട് നാട്ടുകാർ ഓരോന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആയിപ്പോയതാണ്, ഓരോ നുണകളും ഇങ്ങനെ പറഞ്ഞു പോകണതാണ്, മനഃപൂർവ്വമല്ല എന്നൊക്കെ പറയും. പിന്നെ ഞാൻ ഈ വിവാഹം ഫേക്കാണെന്ന് ഞാൻ നിങ്ങളോട് എങ്ങനെ വന്ന് പറയാം, അത് ഞാൻ ചെയ്ത തെറ്റാണ്, ശരി സമ്മതിച്ച്, പക്ഷേ അത് പറയാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായില്ല. മാത്രമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്കത് പറയാനും തോന്നിയില്ല. നിധി ഈ വീട്ടിലേക്ക് കയറി വന്നതോടെ നിങ്ങളെല്ലാവരും എത്രമാത്രം സന്തോഷിച്ചു, ഈ വീട് തന്നെ മാറിയില്ലേ, നിങ്ങൾ ഓരോരുത്തരും സന്തോഷിക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾ അങ്ങനെ സന്തോഷിക്കട്ടെ, നടക്കുമ്പോൾ നടക്കട്ടെ, അറിയുമ്പോൾ അറിയട്ടെ, അങ്ങനെ വിചാരിച്ചു. ഇനി നിനക്ക് എന്നെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ തല്ലണമെന്നുണ്ടെങ്കിൽ നീ തല്ലിക്കോ, ഞാൻ ദേ അവിടെ ഉണ്ടാവും മുറ്റത്ത്, നീ എന്നെ എന്ത് വേണമെങ്കിലും വന്ന് ചെയ്തോളാൻ പറയും. സുധീഷ് കരഞ്ഞുകൊണ്ട് പോകും. നിധി പൊട്ടിക്കരഞ്ഞ് മുറിയിലേക്കും പോകും. അതിനുശേഷം പിന്നെ സുഭാഷ് എന്നെ കെട്ടിപ്പിടിച്ച് നമ്മുടെ നികേഷ് കരയുന്നു, എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഒരു വാക്കുകൊണ്ട് പോലും നികേഷിനെ സമാധാനിപ്പിക്കാൻ നമ്മുടെ സുഭാഷ് ഏട്ടന് കഴിയില്ല. പിന്നീട് സുഭാഷ് ഏട്ടൻ പുറത്ത് ചെന്ന് കഴിഞ്ഞിട്ട് പഴയ സ്ഥലത്ത് നിന്ന് കരയിന്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ ഹരീഷ് ഇങ്ങനെ ഓർക്കണ്, ചേട്ടാ എന്തിനാ അവരെ റൂമിൽ നിന്ന് മാറ്റിയത്, പച്ചൻ റൂമിലേക്ക് മാറ്റിയതും അങ്ങനെ സുധീഷിനെ മാറ്റിയത്, അതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നമ്മുടെ ഹരീഷ്. ചേട്ടനോട് കുശുമ്പാണോ, സ്വന്തം ജീവിതം നിങ്ങൾക്കൊരു ജീവിതം ഇല്ലാത്ത കാരണം സുധീഷ് ചേട്ടനൊരു ജീവിതം വേണ്ടാന്ന് തീരുമാനിച്ചതൊക്കെ, അങ്ങനെയൊക്കെ സുധീഷ് നമ്മുടെ സുഭാഷ് ഏട്ടനെ വിഷമിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഹരീഷ് ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നു. ഭയങ്കര വിഷമാവും. അപ്പം വേഗം ചെന്ന് മാപ്പ് പറയാൻ വേണ്ടി അവിടേക്ക് ചെല്ലുന്നുണ്ട്. എൻ്റെ അനിയനും ചേട്ടനും കൂടെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയണം, അങ്ങനെ സമാധാനിപ്പിക്കുന്ന ആശ്വസിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നുണ്ടെങ്കിലോ നമ്മുടെ നിധീനെ എന്തായെന്നറിയാൻ വേണ്ടി ഏട്ടത്തി വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നിധിയുടെ തീരുമാനം നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതായിരുന്നു. എന്തായാലും ആ വീട്ടിൽ നിന്ന് പോകില്ല എന്നുള്ള തീരുമാനമാണ് പറയുന്നത്. ആ വീട്ടിന് സുരക്ഷിതമല്ല, 5 ആണുങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു ഏട്ടത്തി 5 ആണുങ്ങളുള്ള വീട് സുരക്ഷിതമല്ലെന്ന്, ലോകത്തിനിക്കിപ്പോൾ ഏറ്റവും സുരക്ഷിതമുള്ള വീട് ഇതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ നിധി കിളിക്കൂട് വിട്ട് ഓരോ സുഭാഷിനെയും സുധീഷിനെയും നികേഷിനെയും ഹരീഷിനെയൊക്കെ വിട്ട്
ഒരിക്കലും പോവില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ പതിവ് പോലെ തന്നെ രാത്രിയിൽ നാല് ചേട്ടനനിയന്മാർ ഒന്നിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹരീഷിനോട് സ്നേഹത്തോടെ ഹരീഷിൻ്റെ അടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ സുധീഷ് പറയുന്നു, അവൾക്ക് ഇതൊരു ഫേക്ക് മാരേജ് ആണെങ്കിലും എനിക്ക് അങ്ങനെയല്ലടാ, ഞാൻ അവളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പൊട്ടിക്കരയുന്നു സുധീഷ്. അപ്പോൾ അതിന് ചേട്ടൻ്റെ സങ്കടം കണ്ടപ്പോൾ അനിയനും അത് കേട്ട് കിടന്നിരുന്ന അപ്പുറത്തുണ്ടായിരുന്ന രണ്ട് ചേട്ടനനിയന്മാരും കൂടി 3-4 പേരും കൂടെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.